അല്ല അവിടുത്തെ കാര്യങ്ങൾ. അതിനാൽ തന്നെ ഒരു 100+ വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ഒരു 100+ കാര്യങ്ങൾ പോകും. ഒരു ഡസനിലധികം മന്ത്രിമാർ തോൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ വി.ഡി. സതീശന്റെ പ്രവചനം സത്യമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി അടക്കം 14 മന്ത്രിമാരാണ് ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ജലീലിനേക്കാളും അവിടെ ഭൂരിപക്ഷം 5400-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ VS ജോയിക്കുള്ളത്. അത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വലിയ ശക്തമായ ഒരു തേരോട്ടം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സെഗ്മെന്റുകളിലൊക്കെ പറഞ്ഞു. അതായത് 90+ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ മാത്രം തവനൂരൊക്കെ കയറിപ്പോരും എന്ന രീതി പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ തവനൂരൊക്കെ കയറിപ്പോരാനുള്ള സാധ്യതകളും കാണുന്നു. അപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാവുകയാണോ എന്നുള്ളത് അറിയാൻ ഏകദേശം ഇനി ഒരു മണിക്കൂർ വേണ്ട. ഇനി നമ്മൾ അറിയേണ്ടത് 100+ലേക്ക് പോകുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം കോൺഗ്രസിന്റെ പാലക്കാട് രമേശ് പിഷാരടി 1463 വോട്ടുകൾക്ക് മുന്നോട്ട് വന്നിരിക്കുക. 1463